തൃശൂർ പൂരം നടത്തിപ്പിൽ നാളെ ചേരുന്ന യോഗം തീരുമാനമെടുക്കും. ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങ് മാത്രമായി നടത്താനാണ് ആലോചന. ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ല എന്ന് സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് ദേവസ്വങ്ങളും അറിയിച്ചു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, പുരാവേശത്തിനുള്ള ഒരുക്കത്തിൽ നാട് ഉണർന്നിരിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. സ്വാഭാവികമായും ഒരാഘോഷത്തിനും ഉള്ള മാനസികാവസ്ഥ ആ ജനതയ്ക്കും ഉണ്ടാവുകയില്ല. അത് മറന്നുകൊണ്ടൊരാഘോഷം സാധ്യവുമല്ല. ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കപ്പുറത്തൊരു ചർച്ച നാളെയുണ്ടാകും. മാധു, അടിയന്തര ക്യാബിനറ്റ് യോഗം ഇന്ന് രാവിലെയാണ് ചേർന്നത്. തൃശ്ശൂരിൽ നിന്ന് മന്ത്രിമാരായ കെ രാജനും വി എൻ വാസവൻ, ആർ ബിന്ദു, കടന്നപ്പള്ളി രാമേന്ദ്രൻ, എം പി രാജേഷ് തുടങ്ങിയ മന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുത്തത് ഓൺലൈൻ വഴി തൃശ്ശൂരിൽ നിന്നാണ്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനപ്പെട്ട 4 പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 14 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന്, 2 ലക്ഷം രൂപ പരിക്കേറ്റവരുടെ കുടുംബത്തിന് സൗജന്യ ചികിത്സ, ജുഡീഷ്യൽ അന്വേഷണം. സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലായിരിക്കും ജുഡീഷ്യൽ അന്വേഷണം നടക്കുക. ഈ 4 പ്രഖ്യാപനങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 10:30 ദേവസ്വങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംയുക്തമായ ഒരു യോഗം മന്ത്രിമാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ നടക്കാവുന്ന പൂരം ഏത് രീതിയിൽ നടത്തണമെന്ന് സംബന്ധിച്ചുള്ള ഒരു സമവായ ചർച്ചയാണ് നാളെ ഉദ്ദേശിക്കുന്നത്. ദേവസ്വങ്ങളുടെ അഭിപ്രായം തേടും. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോവുക. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് വെടിക്കെട്ട് നടക്കാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് വെടിക്കെട്ട് വരെ പൂർണ്ണമായും കത്തിനശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി വെടിക്കെട്ടുള്ള സാധ്യതയില്ല, അത് നടത്തുന്നുമില്ല എന്ന് രാവിലെ തന്നെ തിരുവമ്പാടി സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം പൊതുജനങ്ങളുടെ താല്പര്യവും അതേസമയം ആചാരങ്ങളും സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളും ഇതെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിനാണ് തങ്ങൾ പോകുന്നതെന്നാണ് ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറയുന്ന ഏത് നിർദ്ദേശങ്ങളും അംഗീകരിക്കുമെന്നുള്ളവർ അറിയിച്ചിട്ടുണ്ട്. മറ്റു രീതിയിൽ, അതായത് വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് കുടമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമോ, പഴയ ആഘോഷത്തോടുകൂടി നടത്തണമോ എന്ന കാര്യത്തിൽ നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകും. അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകൂ. ഏതായാലും ദേവസ്വങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ കാണുന്നത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങൾ നൽകിയത്.